നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് റിട്ടുകളാണ്. ഓക്കെ, അനുച്ഛേദം 32 പ്രകാരമാണ് നമുക്കറിയാം സുപ്രീം കോടതി മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തന്നെ അറിഞ്ഞിരിക്കുക, അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കാറുണ്ട്. 5 തരത്തിലുള്ള റിട്ടുകളാണുള്ളത്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതി അല്ലെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്നതാണ് എന്ത് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ ലാറ്റിൻ വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ റിട്ട് ചോദിച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. അറിഞ്ഞിരിക്കുക, ഹേബിയസ് കോർപ്പസ്. ഓക്കെ അല്ലോ. ഇതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്ന സമയത്ത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ്. ഓക്കെ അല്ലോ. ആ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിയാണോ നിയമവിരുദ്ധമായി തടങ്കിൽ വെച്ചിരിക്കുന്നത് ആ വ്യക്തിയെ ആ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഓക്കെ അല്ലോ. അപ്പൊ ഹേബിയസ് കോർപ്പസ് ആണ് ഒന്നാമത്തെ റിട്ട്. അറിഞ്ഞിരിക്കുക. അപ്പൊ രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ്. രണ്ടാമത്തെ റിട്ടാണ് ഇത് മാൻഡമസ്. ഓക്കെ അല്ലോ. അർത്ഥം പറയുകയാണെങ്കിൽ നാം കൽപ്പിക്കുന്നു. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്നു. ഓക്കെ അല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയോ സ്ഥാപനമോ സ്വന്തം എന്ന കർത്തവ്യം നിർവഹിക്കാതെ വരുമ്പോൾ, ഓക്കെ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമായിക്കട്ടെ, സ്ഥാപനമോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാതെ വരുമ്പോൾ, ഓക്കെ ഉള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം, ഓക്കെ, അവരുടെ കർത്തവ്യം നിർവഹിക്കാതെ വരുന്ന സമയത്ത് ഇതിനെതിരെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് മാൻഡമസ്. ഓക്കെ, അതാണ് നാം കൽപ്പിക്കുന്നു മാൻഡമസ്. ഓക്കെ ഉള്ള അപ്പം വ്യക്തിയോ സ്ഥാപനമോ അവരുടെ കർത്തവ്യം നിർവഹിക്കാതിരിക്കുന്ന സമയത്ത് അതിനെതിരെ കോടതി ഇറക്കുന്ന റിട്ടാണ് ഇത് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത റിട്ടിലേക്ക് പോവുകയാണെങ്കിൽ പ്രൊഹിബിഷൻ. ഓക്കെ, പ്രൊഹിബിഷനാണ് അടുത്ത റിട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ തടയുക എന്ന അർത്ഥം വരുന്നതാണ് ഇത് പ്രൊഹിബിഷൻ. ഓക്കെ അല്ല, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അറിഞ്ഞിരിക്കുക, ഒരു കീഴ്ക്കോടതി, ഓക്കെ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതിക്ക് എതിരെയായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അതിനെതിരെ ആ കോടതിക്കെതിരെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത് ഈ പറഞ്ഞ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ. അപ്പോൾ ആ കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വിധി പ്രസ്താവന നടത്തുകയോ അല്ലെങ്കിൽ കേസിൽ ഇടപെടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് കോടതി പുറപ്പെടുവിക്കുന്ന, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അടുത്തതായി പറയുകയാണ് സെർഷ്യോററി. ഓക്കെ, സെർഷ്യോററി അർത്ഥം പറയുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്ന അർത്ഥം വരുന്നു. ഓക്കെ, സാക്ഷ്യപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഇത് സെർഷ്യോററി. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് സെർഷ്യോററി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓക്കെ, കേരള ഹൈക്കോടതിയിൽ കിടന്നൊരു കേസാണ്, നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ഓക്കെ, സെർഷ്യോററി റിട്ട് ഇറക്കി ആ കീഴ്ക്കോടതിയിൽ കിടന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റി, അല്ലേ, സുപ്രീം കോടതിയിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കേസുകൾ കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഇറക്കുന്ന റിട്ടാണ് ഇത് സെർഷ്യോററി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലോ. അർത്ഥം വരുന്നത് എന്താണ്? സാക്ഷ്യപ്പെടുത്തുക എന്ന് അർത്ഥം വരുന്നു. കോ വാറണ്ടോ, അടുത്ത റിട്ട് പറയുകയാണെങ്കിൽ കോ വാറണ്ടോ, എന്ത് അധികാരത്തോടെ. കോ വാറണ്ടോ അതിന് മീനിങ് പറയുകയാണെങ്കിൽ എന്ത് അധികാരത്തോടെ. ഓക്കെ അല്ലോ. അപ്പോൾ കോ വാറണ്ടോ അതിന് മീനിങ് പറഞ്ഞാൽ എന്താണ്? എന്ത് അധികാരത്തോടെ എന്ന് അർത്ഥം വരുന്നു. ഓക്കെ അല്ലോ. ഓക്കെ, ഒരു വ്യക്തി അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ, നിർവഹിക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു വ്യക്തി, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരു വ്യക്തി അദ്ദേഹത്തിന് അർഹമല്ലാത്ത ഉദ്യോഗം നിർവഹിക്കുകയാണെങ്കിൽ, അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകാം, ഓക്കെ, അർഹമല്ലാത്ത ഉദ്യോഗം നിർവഹിക്കുകയാണെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതി അത് നിർത്തലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെതിരെ കോടതി, സുപ്രീം കോടതി എന്ന് മാത്രം പറയാൻ സാധിക്കില്ല, ഹൈക്കോടതി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കോടതികൾ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് കോ വാറണ്ടോ എന്ന് പറഞ്ഞാൽ. അനുച്ഛേദം 32 പറയുന്ന റിട്ടുകളാണ് പഠിച്ചത്. ഓക്കെ അല്ലോ. അത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഇത് ആർട്ടിക്കിൾ 32 റിട്ടുകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം കൂടിയാണ് ഇത് അനുച്ഛേദം 32. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം റിട്ടുകൾ പഠിച്ചു എന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം.